ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ഒരു റെക്കോർഡഡ് വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ലൈൻ ഇന്റഗ്രൽസിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അതിലേക്ക് അഡീഷണൽ ആയിട്ട് രണ്ട് പ്രോബ്ലം കൂടെ ആഡ് ചെയ്യാണ്. നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദിക്കാറുള്ളത്. അത് തന്നെ വി ക്യാൻ സി ആസ് വർക്ക് ഡൺ. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഫീൽഡ് എഫ് along the curve C എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സിംപ്ലി ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ചില സമയത്ത് ക്വസ്റ്റ്യനിൽ ഈ രീതിയിൽ ചോദിക്കാതെ മറ്റൊരു രീതിയിലും ചോദിക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഇവാലുവേറ്റ് the line integral over C x plus 3y dx plus x minus y dy, where C is the curve. C is x equal to 2 cos t, y equal to 4 sin t, comma 0 less than or equal to t less than or equal to pi by 4. ഓക്കെ, അപ്പം ഇത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ എഫ് എന്താണെന്നുള്ളത് വെക്ടർ ഫീൽഡ് എഫ് ഈക്വൽ ടു ഒരു ഐ പ്ലസ് സംതിങ് ജെ പ്ലസ് കെ എന്നുള്ള ഫോർമാറ്റിൽ തന്നിട്ടില്ല. പക്ഷെ നമുക്കത് ഇവിടെ എഴുതാൻ പറ്റും. എഫ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കാം? എഫ് ഈക്വൽ ടു എക്സ് പ്ലസ് 3y ഐ പ്ലസ് ജെ ആയിട്ട് എന്തെടുക്കുന്നത്? എഫ് ആയിട്ട് നമ്മൾ എടുത്തത് എക്സ് പ്ലസ് 3y ഐ. എഫിന്റെ ഫസ്റ്റ് കമ്പോണന്റ്. സെക്കൻഡ് കമ്പോണന്റ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ഈ ഇക്വേഷനിൽ ഇന്റഗ്രലിൽ തന്നിട്ടുള്ള ഡിവൈയുടെ കൂടെ ഉള്ളത് നമുക്ക് എന്തായിട്ട് എടുക്കാം? സെക്കൻഡ് കമ്പോണന്റ് ആയിട്ട് എടുക്കാം. എക്സ് മൈനസ് വൈ ജെ. ഇനി നമുക്ക് സെയിം ഫോർമുല യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ആർ ഓഫ് ടി എന്നുള്ള രീതിയിൽ തരുന്നതിന് പകരം പാരാമെട്രിക് ഇക്വേഷൻ ആണ് തന്നത്. ആർ ഓഫ് ടി എന്നുള്ള രീതിയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താ വരിക? 2 cos t i പ്ലസ് y ഈക്വൽ ടു 4 sin t. അതായത് y ഓഫ് ടി ആണ് 4 sin t. x ഓഫ് ടി എന്ന് പറയുന്നത് 2 cos t, അത് നമ്മൾ ഇവിടെ എഴുതി. y ഓഫ് ടി എന്ന് പറയുന്നത് 4 sin t j. ഓക്കെ, അതാണ് ആർ ഓഫ് ടി വരുന്നത്. സോ എഫും കിട്ടി, ആർ ഓഫ് ടിയും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. അത് തന്നെയാണ് ഈ ഒരു ആൻസർ ആയിട്ട് വരും. സോ ഇന്റഗ്രൽ ഓവർ സി എക്സ് പ്ലസ് 3y dx പ്ലസ് എക്സ് മൈനസ് വൈ dy ഈസ് സെയിം ആസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, അതിനുള്ള കാരണം ആർ ഇസ് ആക്ച്വലി, ആറിനെ നമുക്ക് വേണമെങ്കിൽ ഡി ആർ എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ എന്ന് എഴുതാം. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3y ഡി എക്സ് പ്ലസ് എക്സ് മൈനസ് വൈ ഡി വൈ എന്ന് വരും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോർമുല ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഡി. അപ്പൊ ഇതിൽ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ആർ ഡാഷ് ഓഫ് ടി എന്താ വരുന്നത്? ആർ ഓഫ് ടിയില് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 2 cos t i പ്ലസ് 4 sin t j എന്നുള്ളതാണ് ആർ ഓഫ് ടി. ആർ ഡാഷ് ഓഫ് ടി വരിക cos ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് sin t i പ്ലസ് 4 sin ടിയുടെ ഡെറിവേറ്റീവ് 4 cos t j. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/4 എന്ന് തന്നിട്ടുണ്ട്. ദെൻ എഫ് ഓഫ് ആർ ഓഫ് ടി എന്താ വരുന്നത്? എഫ് ഓഫ് ആർ ഓഫ് ടി മീൻസ് എക്സ് ഓഫ് ടിയുടെ സ്ഥാനത്ത്, എക്സിന്റെ സ്ഥാനത്ത് എക്സ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് നമ്മുടെ എഫ്. എക്സിന്റെ സ്ഥാനത്ത് എക്സ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 2 cos t പ്ലസ് 3 into 4 sin t. സോ പ്ലസ് 12 sin t അല്ലേ?
I plus x minus yj. That means 2 cos t minus 4 sin t j. ഇനി എഫ് ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 cos t sin t -24 sin square t പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 cos square t -16 sin t cos. ഓക്കെ, ഇനി ഇതില് ഇവിടെ വേണമെങ്കിൽ -4 sin t cos t, ഇത് ടോട്ടൽ 20 വരും അല്ലേ? സോ -4 cos square t -24 sin square t -20 sin t cos t ഇങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ 0 to 5/4 4 cos square t -24 sin square t -20 sin t cos d. ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് cos square t ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ cos square t എന്നുള്ളതിനെ 2 cos t യുടെ ടേംസിലുള്ള ഫോർമുലയിലേക്ക് മാറ്റിയിട്ട് ചെയ്യണം. അതുപോലെ sin square t നമ്മൾ മാറ്റിയിട്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സിംഗിൾ ഇന്റഗ്രൽ ആണ്. സിംഗിൾ ഇന്റഗ്രൽ വരുന്ന സമയത്ത് യു ക്യാൻ ഈവൻ യൂസ് കാൽക്കുലേറ്റർ ഫോർ ഇന്റഗ്രേഷൻ. കാൽക്കുലേറ്ററിൽ ഇത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടിയുടെ സ്ഥാനത്ത് നമുക്ക് എക്സ് എന്നുള്ള വേരിയബിൾ കൊടുക്കാം. 4 cos of x whole square -24 sin of x whole square. ഞാനിത് കാൽക്കുലേറ്ററിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. sin x whole square 24 into sin x whole square -20 into sin x into cos x. ലിമിറ്റ് 0 to 5/4. കാൽക്കുലേറ്ററിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ -5.854 എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ലൈൻ ഇന്റഗ്രൽസ് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യന്റെ ഫോർമാറ്റിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. സ്റ്റിൽ ദ സെയിം മെത്തേഡ് വി ക്യാൻ യൂസ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത് ടെക്സ്റ്റിൽ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സിമിലർ ക്വസ്റ്റ്യൻസ് എക്സസൈസിലും കാണാൻ കഴിയും. ഒരു ക്വസ്റ്റ്യൻ evaluate
integral over c x square y dx plus x dy, where c is the triangular path with vertices 0, 0, 2, 1, 0, 2, 1, 2. Okay. ടു എന്നുള്ളതിന് പകരം നമുക്ക് 0, 0 and 1, 0 and 1, 2 is the closed triangular path. So we want to evaluate the line integral over c x square y dx plus x dy, where c എന്താണെന്ന് പറഞ്ഞത് is the closed triangular path with vertices. 3 vertices ഉണ്ട്, triangular ആയതുകൊണ്ട് ഒരു triangle ആണ് വരിക. 0, 0, 1, 0 and 1, 2. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോർമാറ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ഇൻ എഫ് ഡോട്ട് ഡി ആർ എന്നുള്ള ഫോർമാറ്റിലല്ല, സ്റ്റിൽ നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ പാത്ത് തന്നിട്ടുള്ളത് ഒരു ട്രയാങ്കുലർ പാത്താണ്. അത് നമുക്കൊന്ന് റഫ് ഫിഗർ വരച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം 0, 0, 0, 0 ഒരു വെർട്ടെക്സ് വരുന്നു, 1, 0 ഒരു വെർട്ടെക്സ് വരുന്നു, ദെൻ 1, 2 മറ്റൊരു വെർട്ടെക്സ് വരുന്നു. ഓക്കെ, ഇങ്ങനൊരു ട്രയാങ്കിൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു പാത്ത് എന്ന് ഉദ്ദേശിച്ചത് ആദ്യം 0, 0 നിന്ന് 1, 0 ഒരു കർവ്, 1, 0 നിന്ന് 1, 2 ഒരു കർവ്, ദെൻ 1, 2 നിന്ന് വീണ്ടും കമ്മിങ് ബാക്ക് ടു 0, 0. ഇങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് കർവാണ് നമ്മുടെ കർവ് സി എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കർവിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. C1 0, 0 മുതൽ 1, 0 വരെയുള്ള ഒരു കർവ് ഉണ്ട്, വിച്ച് ഇസ് C1. അതുപോലെ 1, 0 to 1, 2 വിച്ച് ഇസ് C2. ദെൻ 1, 2 to 0, 0 C3. ഈ 3 ലൈൻ ഇന്റഗ്രൽസും കൂടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്താലാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. അതാണ് ഇവിടെയുള്ള ഇമ്പോർട്ടൻസ്. ഈ ഒരു ക്ലോസ്ഡ് കർവിനെ 3 സിമ്പിൾ കർവ്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ആ കർവ്സിൽ ഓരോന്നിലും നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആർ പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആർ പ്ലസ് ഇന്റഗ്രൽ ഓവർ C3 എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളത് ചെയ്യേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ C1 എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് C1? C1 എന്നുള്ളത് ഒരു ലൈനാണ്. 0, 0 മുതൽ 0, 0 എന്ന പോയിന്റ് മുതൽ 1, 0 വരെയുള്ള പോയിന്റ് വരെയുള്ള ലൈൻ സെഗ്മെന്റ്. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്. എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ വരുന്നത് y ഈക്വൽ ടു 0 എന്നുള്ളതാണ്. എക്സ് എന്തോ ആവും, y ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എക്സ് നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, y ഈക്വൽ ടു 0 തന്നെ വരുള്ളൂ. സോ ആർ ഓഫ് ടി ആയിട്ട് നമുക്ക് എന്തെടുക്കാം? നമ്മൾ മുമ്പ് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ഒക്കെ ചെയ്യുന്നത് ഉണ്ടായിരുന്നല്ലോ. ഒന്നിനെ നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മറ്റത് അതിനനുസരിച്ച് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുക. ഇവിടെ വരുന്നത് ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ഐ പ്ലസ് 0 ജെ. അപ്പം ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0, ടിക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0, 0 എന്നുള്ള പോയിന്റ് വരിക? ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടിയുടെ വാല്യൂ എന്താവുമ്പോഴാണ് 1, 0 എന്നുള്ള പോയിന്റ് വരിക? അതായത് ഫസ്റ്റ് കമ്പോണന്റ് 1ഉം സെക്കൻഡ് കമ്പോണന്റ് 0യും വരിക. വി നോ ദാറ്റ് ടി ഈക്വൽ ടു 1 കൊടുക്കും. സോ ഇതാണ് C1ന്റെ വെക്ടർ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ C2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താ വരിക? ആർ ഓഫ് ടി. ആർ ഓഫ് ടി എന്താ വരിക? നമുക്കറിയാം ലൈൻ സെഗ്മെന്റ് ഫ്രം 1, 0 to 1, 2. അതായത് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈനാണ്.
ആ വെർട്ടിക്കൽ ലൈൻ എന്തായിരിക്കും ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ വരിക, എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ. വൈ എന്തു തന്നെ ആയാലും കുഴപ്പമില്ല, എക്സ് ഷുഡ് ബി 1. അതായത് നമ്മൾ വൈ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കും, വൈ ഈക്വൽ ടു ടി എന്ന് കൊടുക്കും. അതായത് 1i എക്സ് ഓഫ് ടി 1 ആണ് പ്ലസ് ടി ജെ. ഇവിടെ ഇനീഷ്യൽ പോയിന്റ് 10 ആണ്. 10 എന്നുള്ള പോയിന്റ് കിട്ടാനായിട്ട് ടിയുടെ വാല്യൂ എന്ത് കൊടുക്കേണ്ടി വരും? ഫസ്റ്റ് കമ്പോണന്റ് 1ഉം സെക്കൻഡ് കമ്പോണന്റ് 0യും കിട്ടണം. അതായത് ടി ഈക്വൽ ടു 0 കൊടുക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ഈക്വൽ ടു വാട്ട് വാല്യൂവിനാണ് നമുക്ക് 1, 2 എന്നുള്ള പോയിന്റ് കിട്ടും. അതായത് ഫസ്റ്റ് കമ്പോണന്റ് 1ഉം സെക്കൻഡ് കമ്പോണന്റ് ആയിട്ട് 2ഉം വരണം. അത് ടി ഈക്വൽ ടു 2 കൊടുക്കുന്ന സമയത്താണ്. ക്ലിയർ ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് സി. സിമിലർലി C3 എന്ന് പറയുന്നത് ലൈൻ സെഗ്മെന്റ് ഫ്രം 1, 2 to 0, 0. അതായത് 0,0യിലൂടെയും 1, 2യിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ലൈൻ. y ഈക്വൽ ടു എം എക്സ് എന്നുള്ള ഫോമിലുള്ള ഒരു ലൈൻ ആയിരിക്കും. അതിൽ എം എന്താണ് വരിക? y ഈക്വൽ ടു എം എക്സ് എന്നുള്ള ഫോമിലാണ്. y ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു 2 ആണ്. സോ y ഈക്വൽ ടു 2x. ഇങ്ങനെ ഒരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ വെക്ടർ ഇക്വേഷൻ എങ്ങനെയാ ചെയ്തിരുന്നത്? y ഈസ് ഡിപ്പെൻഡിങ് ഓൺ എക്സ്. y ഈക്വൽ ടു 2x അല്ലേ? എക്സ് ഈക്വൽ ടു നമുക്ക് ടി എന്ന് കൊടുക്കാം, y ഈക്വൽ ടു ഓട്ടോമാറ്റിക് ആയിട്ട് 2t എന്ന് അല്ലേ? അപ്പോൾ ടി ആർ ഓഫ് ടി ഈക്വൽ ടു തേർഡ് ലൈനിൽ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് 2t j. ടിയുടെ ഏത് വാല്യൂവിലാണ് നമുക്ക് ഇനീഷ്യൽ പോയിന്റ് കിട്ടുക? അവിടെ ഇനീഷ്യൽ പോയിന്റ് 0,0 അല്ല, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് 1, 2 ആണ്. ടിക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 1, 2 എന്ന് കിട്ടുന്നത്? ടി ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് 1ഉം സെക്കൻഡ് കമ്പോണന്റ് 2ഉം വരും. അതായത് 1, 2 എന്നുള്ള പോയിന്റ് വരും. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടിക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 കിട്ടുന്നത്? 0,0. അപ്പൊ ഇങ്ങനെ എടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ നമ്മൾ ടിയുടെ പകരം -t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് -ti മൈനസ് 2t j 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നും കൊടുക്കാം. ബോത്ത് ആർ സെയിം. അതായത് ഇവിടെ മൈനസ് ഇവിടെ മൈനസ് കൊടുത്തിട്ട് 0 to 1 ആയിട്ട് കൊടുക്കാം. യു നീഡ് ടു ഡു ദാറ്റ്. ഇങ്ങനെ ചെയ്താലും ഓക്കെ ആണ്. ഓക്കെ. അപ്പോ 3 കേഴ്സിന്റെയും ഇക്വേഷൻസ്, പാരാമെട്രിക് ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്റഗ്രൽ ഓവർ സി x²y dx പ്ലസ് എക്സ് ഡി വൈ എന്നുള്ളത് ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് എന്താ വരുന്നത്? എഫ് ഈക്വൽ ടു x²y i പ്ലസ് എക്സ് ജെ എന്നുള്ളതാണ് നമ്മുടെ എഫ്. ഇനി ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് നമ്മുടെ ഇന്റഗ്രൽ, which is same as integral a to b f of r of t dot r dash of t. അപ്പോൾ ഇന്റഗ്രൽ ഓവർ C1 ചെയ്യണം. ആദ്യം നമുക്ക് സി എന്നുള്ളത് C1, C2, C3 മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തില്ലേ? ഇന്റഗ്രൽ ടു ബി എഫ് ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഡി ടി, വിച്ച് ഇസ് സെയിം ആസ് നമുക്ക് ആർ ഡാഷ് ഓഫ് ടി ഫസ്റ്റ് കേസ് C1ന്റെ കേസിൽ ആർ ഡാഷ് ഓഫ് ടി എന്താ വരുന്നത്? ആർ ഓഫ് ടി വന്നിട്ടുണ്ടായിരുന്നത് ടി സി ഐ പ്ലസ് 0j. ഡെറിവേറ്റീവ് വരുന്നത് 1i പ്ലസ് 0j. ലിമിറ്റ് 0 to 1 അല്ലെ? എഫ് ഓഫ് ആർ ഓഫ് ടി എന്താ വരിക? x²y ആണ്. ആർ ഓഫ് ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ടിയും വൈയുടെ സ്ഥാനത്ത് 0യും. അപ്പോൾ x² into 0, 0i പ്ലസ് എക്സ് ജെ, ദാറ്റ് മീൻസ് ടി ജെ എന്ന് വരും. സോ എഫ് ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി എന്താ വരിക? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1ഉം 0യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 0യും ടിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 0 പ്ലസ് 0 ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 0 dt ഈക്വൽ ടു 0 എന്ന്. ഫസ്റ്റ് ഓവർ ദ ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ് ഇന്റഗ്രൽ വാല്യൂ 0 ആണ്. ഇതുപോലെ നെക്സ്റ്റ് ലൈൻ സെഗ്മെന്റിലും കണ്ടുപിടിക്കണം. C2ന്റെ കേസിൽ
ആർ ഓഫ് ടി വരുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആർ ഓഫ് ടി വരുന്നത് 1i പ്ലസ് ടി ജെ 0 to i പ്ലസ് ടി ജെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ആർ ഡാഷ് ഓഫ് ടി എന്ത് വരും? 0i പ്ലസ് 1j 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അത് വേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് ആർ ഓഫ് ടി എന്ത് വരും? എഫ് ഓഫ് ആർ ഓഫ് ടി വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു ടി. സോ എഫ് ഓഫ് ആർ ഓഫ് ടി എന്ത് വരിക? എക്സ് ഇൻറ്റു വൈ മീൻസ് 1 into t. ti plus xj means tj. Sorry, 1j. Right. x എന്ന് പറയുന്നത് 1 ഉം y എന്ന് പറയുന്നത് t ഉം. So 1j. So f of r of t dot r dash of t എന്താ വരിക? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. r dash of t യും f of r of t യും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. 0 plus 1j. So j ഇല്ല. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ സ്കെയിലർ കമ്പോണന്റ് ആണ് 1. So integral over c2 f dot dr is integral 0 to 2 ആയിരുന്നു അവിടെ ലിമിറ്റ് ഉണ്ടായിരുന്നത്. 0 to 2 ആണ്. 1 dt ഈക്വൽ ടു 1ന്റെ ഇന്റഗ്രൽ t 0 to 2 എന്ന ആൻസർ. ഓക്കെ, ഇനി one more component is there, c3. one more segment is there, c3. അതിന്റെ r of t നമ്മൾ എഴുതിയിട്ടുണ്ട്. r of t was c3 ti plus 2tj. ti plus 2tj 1 less than or equal to t less than or equal to 0 എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ളത്. r dash of t എന്ത് വരും? tയുടെ ഡെറിവേറ്റീവ് 1, 2tയുടെ ഡെറിവേറ്റീവ് 2. then f of r of t എന്ത് വരും? f of r of t f of x square y into x square y എന്നുള്ളത് ഇവിടെ എന്താ വരിക? x is t, y is 2t. So x square means 2t cube എന്ന് വരും അല്ലെ? x square into y I plus xj means tj. So f of r of t dot r dash of t എന്ത് വരും? 2t cube plus 2 ഡോട്ട് പ്രോഡക്റ്റ് എടുത്തിരിക്കുകയാണ്. 2t cube plus 2t. സോ ഇന്റഗ്രൽ വരിക ഇന്റഗ്രൽ 1 to 0, not 0 to 1, 2t cube plus 2t dt. f of r of t dot r dash of t. നമ്മൾ ചെയ്യുന്നത് ഇന്റഗ്രൽ ഓവർ c3 f dot dr ആണ്, which is equal to 2t cube ഇന്റഗ്രൽ t raised to 4 by 4, 2t raised to 4 by 4 plus 2t ഇന്റഗ്രൽ 2t square by 2 1 to 0 equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 വരും, മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 by 2 plus 1 equal to minus 3 by 2 അല്ലെ? minus 3 by 3 അല്ല, means 3 by right. സോ നമുക്ക് 3 സെഗ്മെന്റിലുള്ള ഇന്റഗ്രൽസ് കിട്ടിയിട്ടുണ്ട്. സോ ഇന്റഗ്രൽ ഓവർ c f dot dr will be sum of these 3. Integral over c1 f dot dr, that was 0, plus integral over c2, that was 2, plus minus 3 by 2. Final answer will be sum of these 3, 1 by 2 എന്ന ആൻസർ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം.
ഇതെല്ലാം ഇപ്പം സീരീസ് എക്സാമിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ലൈൻ ഇന്റഗ്രൽസ് ജനറലി ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഐ ഷെയർ ദ PDF. അപ്പോൾ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് വളരെ കുറവുള്ള ആളുകളുണ്ട്. ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിട്ട് മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാം. ഓക്കെ, താങ്ക് യു.